മഴത്തൊരു മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ കൃഷ്ണമോടുത്ത് പറയുന്നുണ്ട്, മോള് പോയി രോഹിത്തിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാവോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അത്യാവശ്യമാണോ ചേച്ചി? ആണെന്ന് അലീന പറയുന്നുണ്ട്. എന്നെങ്കിൽ ഞാൻ ഇപ്പം പോയി രോഹിട്ടനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ കയറിപ്പോവുകയാണ്. അപ്പോഴത്തേക്ക് ബബിത അകത്തേക്ക് പോകാൻ കണ്ണ് കാണിക്കുകയാണ്. അങ്ങനെ അലീന അങ്ങ് കയറിപ്പോവുകയാണ്. എന്നിട്ട് കട്ടിലിൻ്റെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രോഹിത്ത് വരുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ ചേച്ചി പനിയൊക്കെ മാറി ജോലി ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അലീന പറയാണ്, ഇവിടെ ഷീറ്റൊക്കെ വിരിച്ചിടാം, കവിത വരുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്ത് മാറ്റാം, പുറത്തോട്ടിറങ്ങി എന്തെങ്കിലും ജോലി ചെയ്യുന്ന കാര്യം ഇപ്പോഴേ നോക്കിയൊന്നും വേണ്ട, അവൾ സമ്മതിക്കില്ല. അപ്പോൾ ഉടനെ രോഹിത്ത് പറയാണ്, അങ്ങനെ ചതിക്കല്ല ചേച്ചി, അവളാണെങ്കിൽ ഇവിടെ എന്നെയും കൃഷ്ണയും കൊണ്ട് ഉള്ള ജോലി മൊത്തം ചെയ്യിപ്പിക്കുകയാണ്. അച്ഛനെയും അമ്മയും ചേച്ചിയും കൊണ്ടൊഴിച്ച് ബാക്കി എല്ലാവരെയും കൊണ്ട് അവൾ ജോലി ചെയ്യിപ്പിക്കുകയാണ്, അവിടെ ദുർഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ രോഹി പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. എന്താ ചേച്ചി എൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കൃഷ്ണ വന്ന് പറഞ്ഞ് മോനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് അലീന പറയാണ്. ഇങ്ങോട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ കട്ടിലിരിക്കുകയാണ്. അപ്പം രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, ചേച്ചിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? അത് നിൻ്റെ കോളേജിൽ പോകുന്ന കാര്യമാണ് പറയുന്നത്, അതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചതെന്ന് അലീന പറയാണ്. ആ കാര്യം എന്ത് പറയാനാ, കോളേജിൽ പോയാലും അവരെന്നെ കേട്ടത്തില്ല, ഈ വർഷം എക്സാം എഴുതാനൊന്നും അവർ സമ്മതിക്കത്തില്ല, അവരെന്തായാലും എന്നെ അങ്ങോട്ട് കേട്ടത്തില്ല ചേച്ചി, പിന്നെ അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാനാ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അലീന പറയാണ്, അച്ഛനാണെങ്കിൽ മോൻ്റെ കോളേജിൽ പോയായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത് ഒന്ന് ഞെട്ടലോടെ നോക്കുവാണ്. അവരെന്ത് പറഞ്ഞെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. നീ വിചാരിച്ചതുപോലെ തന്നെ അവർ കോളേജിൽ കയറ്റാൻ വലിയ പാടാണ്, അവർക്കാണെങ്കിൽ നിന്നെ തുടരുന്നതിൽ ഒരു താല്പര്യമില്ല എന്നാണ് അച്ഛനോട് പറഞ്ഞ കാര്യം അലീന രോഹിത്തിനോട് പറയാണ്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ വിഷമമായിട്ടിരിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അങ്ങനെ അവർ പറഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ശ്രമിക്കുന്നതിന് ഒരു തെറ്റുമില്ലല്ലോ എന്ന് അലീന പറയാണ്. എങ്ങനെ ശ്രമിക്കാനാ, അവരവിടെ എന്നെ കേട്ടത്തില്ലെന്ന് പറഞ്ഞില്ല, ഇനി എന്ത് ശ്രമിക്കാനാ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അവിടെ ഒരച്ഛനുണ്ട്, നിങ്ങളുടെ മാനേജ്മെൻറ്റിലുള്ള ഒരു ഫാദർ, ആ ഫാദറാണ് ഈ തീരുമാനം എടുത്തതെന്ന് പറയാണ്. നമുക്ക് ആ ഫാദറിനെ കാണാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട്, ആ ഫാദറിനുമായിട്ട് നമുക്കൊന്ന് നേരിട്ട് സംസാരിച്ചാലോ എന്ന് അലീന രോഹിത്തിനോട് ചോദിക്കണം. അപ്പോൾ രോഹി പറയാണ്, ഫാദർ മാനേജ്മെൻറ്റിലുള്ള ആ ഫാദർ ഒരു തീരുമാനം എടുത്താൽ മാറ്റാൻ വഴിയില്ല, നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ചേച്ചി എന്ന് പറയാണ്. എൻ്റെ നിരപരാധം അവരുടെ മുന്നിൽ തെളിയിച്ചാലും അവരെന്നെ തിരിച്ചെടുക്കത്തില്ല എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, നമ്മൾ അങ്ങനെ പ്രതീക്ഷ കൈവിടണ്ട, നമുക്കെന്തായാലും ഫാദറിനെ കണ്ടൊന്ന് സംസാരിക്കാം, ഞാനും കൂടെ വരാം, ഞാനും കൂടെ വന്ന് ഫാദറിനോടൊന്ന് സംസാരിക്കാം എന്ന് അലീന പറയാണ്. അപ്പം രോഹി പറയുന്നുണ്ട്, ചേച്ചി നമ്മൾ ഫാദറിനെ കണ്ടെന്ന് വെച്ച് പ്രത്യേകം മാറ്റമൊന്നുമില്ല. അപ്പം അലീന പറയുന്നുണ്ട്, നീ വിഷമിക്കാടാ, വെറുതെ നിൻ്റെ ഇത്രയും വർഷം എങ്ങനെ കളയുന്നത്, നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരിശ്രമിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, നീയും കൂടെ വാ, ഞങ്ങളുടെ കൂടെ നീയും കൂടെ വരാൻ പറയുകയാണ്. അങ്ങനെ രോഹിയാണ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. പ്രതീക്ഷ കൈവിടാതെ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അലീന രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവസാനം രോഹിത്ത് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കാണാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം രാത്രിയിൽ വൈജ കടന്ന് വിളിച്ചത് കൊണ്ട് തന്നെ രാവിലെ ആയപ്പോൾ ശിവശങ്കരൻ നെടുമ്പുരയിലേക്ക് വരികയാണ്. രാത്രി ഉറങ്ങാൻ പോലും വൈജ താമസിച്ചില്ല. ഇനി വൈജ ഇവിടെ പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പേ ശിവശങ്കരൻ നേരെ നെടുമ്പുരയിലേക്ക് വരികയാണ്. നേരെ വന്നിട്ട് ബെല്ലടിക്കുമ്പോൾ തന്നെ വന്ന് രോഹിത്താണ് ഡോറ് തുറക്കുന്നത്. രോഹിത്തിൻ്റെ മാറ്റമൊക്കെ ഇങ്ങനെ ശിവശങ്കരൻ നോക്കുന്നുണ്ട്. നീ ആകപ്പാടെ മാറിപ്പോയല്ലോ, നീ ഇപ്പം പുതിയൊരാളായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രോഹിത്താണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. നിൻ്റെ അമ്മ എന്തിയെ എന്ന് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. അമ്മ മുറിയിലുണ്ടെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അച്ഛനോ? അച്ഛൻ മുകളിലും ഉണ്ട്. പിന്നെ അതിന് ശേഷം ബബുദേയും കൃഷ്ണമോളെയൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഓരോ കുശലങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത്തിന് നല്ല മാറ്റമുണ്ടെന്ന് ശിവശങ്കരന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഞാൻ ബാലചന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, അതിന് ശേഷം വൈജയെ കാണാം. ശരി അങ്കിളെ എന്നും പറയുന്നുണ്ട് രോഹിത്ത്. അങ്ങനെ ശിവശങ്കരൻ നേരെ മുകളിലേക്ക് പോവുകയാണ് ബാലചന്ദ്രനെ കാണാൻ. അപ്പം അങ്ങോട്ട് ചെന്ന് ഡോറിൽ തട്ടപ്പോണെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കയറി വാ എന്ന് പറയുന്നുണ്ട്. ശിവേട്ടനോ? എന്താ ശിവേട്ട രാവിലെ തന്നെ, എന്താ കാര്യം, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇവിടെ വന്ന് വൈജയും നിന്നെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അങ്ങനെ ശിവേട്ടൻ രാവിലെ ഒന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയാണ്. ഞാൻ വെറുതെ വന്നതാണെന്ന് പറയാണ്. രോഹിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അവൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്, ജയിലിലൊക്കെ കടന്ന് കുറേ മനോവിഷമം അനുഭവിച്ചല്ലേ, അതിൻ്റെ ഒരു പാഠമാകാം, ജീവിതം മാറണമെന്ന് ചിന്തിച്ച് കാണും, അതായിരിക്കും ഈ മാറ്റം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, പെങ്ങളെ കണ്ടില്ലയോ, താഴെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പം
ശിവശങ്കരൻ പറയാണ്, ഞാൻ കണ്ടില്ല, ഞാൻ വിചാരിച്ച് ബാലചന്ദ്രനെ കണ്ടിട്ട് അവളുടെ അടുത്തോട്ട് പോകാമെന്ന്. അപ്പോഴാണ് ബാലചന്ദ്രൻ ഹരിയുടെ കാര്യം ചോദിച്ചത്. അപ്പം ശിവശങ്കരൻ പറയാണ്, ഹരിയുടെ ജാമ്യമൊന്നും ആയില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞാൽ ഇനി അവൻ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ശിവശങ്കരൻ പറയാണ്, ആ ശരണ്യയും അമ്മയും കൂടെ ഇവിടെ വന്നെന്നറിഞ്ഞല്ലോ, ഇവിടെ വന്ന് അലീനെ കാണാൻ വന്നുള്ള കാര്യം അറിഞ്ഞല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അത് ശിവേട്ടൻ അറിഞ്ഞത് ശരിയാണ്, ആ കുട്ടി ഇവിടെ വന്നായിരുന്നു അലീനെ കാണാനാണ്, പനിയാണെന്ന് അലീനയ്ക്ക് അറിഞ്ഞ് അങ്ങനെ അലീനെ കാണാൻ വന്നത്. ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച്, നല്ലൊരു കുട്ടിയാണ് അവൾ, എല്ലാവരുമായിട്ട് സംസാരിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് പോയത് എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അപ്പം ഇവിടെ എല്ലാവരുമായിട്ട് ആ കൊച്ച് കമ്പനിയായി കാണുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, കൃഷ്ണമോടത്തും ഭവതിയെടുത്തും നല്ല കൂട്ടായി നന്നായിട്ട് സംസാരിച്ചിട്ടാണ് പോയത്, ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യെ പോയെന്ന് പറയാണ്. ഇപ്പം കൃഷ്ണമോളടുത്തും ബബിതയെടുത്തും നല്ല കൂട്ടായിട്ടുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ പറയാണ്, എന്നാൽ ബാലചന്ദ്ര, ശരണ്യ നിങ്ങളെല്ലാവരുമായിട്ട് നല്ല അടുപ്പമായില്ലയോ, ശരണ്യെടുത്ത് ഹരിയെയും കൂടെ രക്ഷിക്കാൻ പറയാമോ, എങ്ങനെയെങ്കിലും അവൻ്റെ ശിക്ഷ കാലാവധിയെങ്കിലും കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ആ കൊച്ചിനോടൊന്ന് ചെയ്യാൻ ആരെങ്കിലും പറയുമെന്ന് ചോദിക്കുകയാണ്. അലീനയായിട്ട് നല്ല കൂട്ടായിട്ടുണ്ടല്ലേ അലീന കാണാൻ ആ കൊച്ചി ഇവിടം വരെ വന്നത്, അപ്പം അലീന പറഞ്ഞ എന്തും കേൾക്കുമല്ലോ, അതുകൊണ്ടല്ലേ ആ കൊച്ചി ഇത്രയും സ്നേഹത്തോടെ ഇവിടെ വരെ വന്നതെന്ന് ശിവശങ്കരൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് ആരെയെങ്കിലും ശരണ്യെടുത്ത് ഹരിയെ രക്ഷിക്കുന്ന കാര്യം പറയണം, അതാണ് ശിവശങ്കരൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ ഉടനെ പറയാണ്, ശിവേട്ട, അത് നടക്കുന്ന കാര്യമല്ല, ഈ വീട്ടിലുള്ളവരാരും ഹരിക്ക് വേണ്ടി ആ കൊച്ചിനോട് പറയത്തില്ല, ഒരു റെക്കമെൻഡേഷനും നടക്കത്തില്ല. പിന്നെ അലീന ഹരിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷനും നടത്തത്തില്ല, അത് ഞാൻ പറയാതെ തന്നെ ശിവേട്ടൻ അറിയാമല്ലേ. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ളവരാരും ശരണ്യെ അറിയാമെന്ന് വെച്ച് അവരാരും ശരണ്യടുത്ത് ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ശിവേട്ടൻ വിചാരിക്കുന്ന പോലെ ഒരു സഹായവും ഹരിക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ആരും ചെയ്യത്തില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരന് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പം ശിവശങ്കരൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇനി അങ്ങനെ പറയാമല്ലോ, ജയിലിൽ കിടക്കുന്ന എൻ്റെ മകനാണല്ലോ, ബാലചന്ദ്രൻ്റെ മകൻ രക്ഷപ്പെട്ടല്ലോ, ഇനി ബാലചന്ദ്രൻ അങ്ങനെ പറയാം. പക്ഷേ എൻ്റെ വിഷമം എന്തുവെന്ന് ബാലചന്ദ്രനെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നാളെങ്കിലും ബാലചന്ദ്രൻ്റെ മോൻ ജയിലിനകത്ത് കിടന്നേലേ, അപ്പം ആ വിഷമം എന്താ ആണെന്നും ബാലചന്ദ്രൻ നല്ലോണം മനസ്സിലാവും. മാത്രമല്ല ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവനെൻ്റെ മോനല്ലേ, അവനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓരോ വാതിലിലും മുട്ടി നോക്കുന്നതെന്ന് ശിവശങ്കരൻ പറയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളാരും എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെ ശിവശങ്കരൻ അവിടുന്ന് എണീച്ച് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് വിഷമാവുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഹരിക്ക് വേണ്ടി ആരും ഒരു സഹായം ചെയ്യത്തില്ല എന്ന് ശിവശങ്കരൻ്റെ അടുത്ത് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ ശിവശങ്കരൻ നേരെ വൈജയെ കാണാനായിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ വൈജയെ കണ്ട് സംസാരിക്കുകയാണ്. വൈജയാണെങ്കിൽ അലീന അവിടുന്ന് പോകാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് ശിവശങ്കരൻ വരുന്നത്. അപ്പോൾ ശിവശങ്കരൻ്റെ അടുത്ത് വൈജ പറയുന്നുണ്ട്, ശിവേട്ടൻ എന്താ രാവിലെ തന്നെ? അപ്പം ശിവശങ്കരൻ പറയാണ്, എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും ഒരു സമാധാനവും തരാതെ നീ എന്നെ ഫോൺ ചെയ്തിട്ട് രാവിലെ എന്താ ശിവേട്ടൻ വന്നേന്നോ, എന്താടി നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, രാവിലെ തന്നെ വന്നുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ നിനക്കെന്താ ഇപ്പം എന്നെ കണ്ടപ്പോൾ നീ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യമെല്ലാം മറന്നു പോയോ? നിനക്ക് ഇവിടുന്ന് വീട് മാറണം, എന്തൊക്കെ ബഹളമായിരുന്നു. അപ്പോൾ വൈജ പറയാണ്, ഇപ്പം എന്തായാലും വേണ്ട, ഒരു 2 ആഴ്ച സമയം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, 2 ആഴ്ചയ്ക്കുള്ളിൽ അവൾ മാറാമെന്നാണ് എനിക്ക് വാക്ക് തന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ പറയാണ്, അലീന ഇവിടുന്ന് പൊക്കോളാന്ന് പറഞ്ഞോ? അവളെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇവിടുന്ന് പൊക്കോളാന്ന്. 2 ആഴ്ചത്തെ സമയം അവൾക്ക് വേണമെന്നാണ് പറഞ്ഞത്, അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടത്. ആ 2 ആഴ്ചത്തെ സമയം കൊണ്ട് അവൾ ഇവിടുന്ന് പൊക്കോളും. അതിനുശേഷം ഇവിടുന്ന് പോകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ശിവേട്ടനെയും ഗംഗേട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ. അവൾ പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നവുമില്ല, നിങ്ങളാരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. അവൾ പോയില്ലെങ്കിൽ അന്നേരം ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശിവശങ്കരൻ പറയാണ്, നീ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇരിക്കല്ലേ. ബാലചന്ദ്രൻ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കത്തില്ല, അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീയായിട്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കി നിൻ്റെ ജീവിതം നശിപ്പിക്കില്ലെന്ന് പറയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, ഇതിൽ കൂടുതൽ എന്ത് നശിക്കാൻ, എൻ്റെ ജീവിതം നശിച്ച് കിടക്കില്ലേ. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ് എല്ലാം അവൾ തട്ടിക്കൊണ്ടുപോയി. ഇനി അതെല്ലാം തിരിച്ചു പിടിക്കണം. അവൾക്ക് 2 ആഴ്ചത്തെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്താണ് അവളുടെ തീരുമാനമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് വൈജ പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, എന്തെങ്കിലും നീ സ്വയമേ ചെന്ന് കുഴിയിലേക്ക് ചാടിക്കൊടുക്കാൻ പറയാണ്, എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ശിവശങ്കരന് ദേഷ്യം അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വൈജയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഒരു സമാധാനമുണ്ട്, അവൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പോകുമല്ലോ എന്നൊരു സമാധാനം വൈജയ്ക്കുണ്ട്.
ഇനി ശേഷം അലീനയാണെങ്കിൽ ഈ കാര്യം ബാലചന്ദ്രൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെന്ന് ബാലചന്ദ്രൻ്റെ ഡോറിൽ തട്ടിട്ട് കയറി ചെല്ലുകയാണ്. ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ആഹാ രോഗി അസുഖമൊക്കെ മാറി പുറത്തിറങ്ങി തുടങ്ങിയോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അലീന പറയാണ്, എത്ര ദിവസമൊന്നും പറഞ്ഞാൽ ആ മുറിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു ജോലിയും ചെയ്യാതെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോകുന്നു. ബബിത കണ്ടില്ല, അവൾ കണ്ട എന്നെ വഴക്ക് പറയും. അതിനകത്ത് തന്നെ ഇരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്ന ഓർഡർ. അവൾ പറയാതെ പുറത്തിറങ്ങാനെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അലീന. ഞാൻ ഇപ്പം പക്ഷേ അച്ഛനെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ് വന്നതെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അതെന്താ അത്ര വലിയ അത്യാവശ്യ കാര്യമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം അലീന ഭയങ്കര വിഷമത്തോടെ പറയാണ്, അച്ഛാ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് വന്നത്. അത്ര വലിയ സീരിയസ് കാര്യമാണോ? പറ എന്താണെന്ന് വെച്ചാന്ന് ബാലചന്ദ്രൻ പറയാണ്. ഇന്നലെ രാത്രിയിൽ മാഡം എൻ്റെ മുറിയിലേക്ക് വന്നെന്ന് പറയാണ്. അത് കേൾക്കുമ്പം തന്നെ ബാലചന്ദ്രൻ ഞെട്ടുന്നുണ്ട്. അതെന്തിനാ അവൾ നിൻ്റെ മുറിയിൽ വന്നതെന്ന് ചോദിക്കുകയാണ്. അത് മാഡം എൻ്റെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്ത് കാര്യമാണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. അവൾ നിന്നോട് പറഞ്ഞോ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്? ആ മാഡം എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്നിട്ട് നീ എന്താ പറഞ്ഞ്? ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ അനുവാദം ഇല്ലാതെ നീ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഉപേക്ഷിച്ച് പോവുമോ? അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അച്ഛാ ഇനി എന്നോട് എതിർത്തൊന്നും പറയല്ലേ. ഞാൻ മാഡത്തിന് വാക്ക് കൊടുത്തതാണ് ഈ വീട്ടിൽ നിന്ന് ഞാൻ പൊക്കോളാമെന്ന്. 2 ആഴ്ചത്തെ സമയമാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. അതിനുള്ളിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയാണ്, അവൾ അങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ട് നീ എന്തിനാ അതിന് മറുപടി പറയാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, ഇതങ്ങനല്ല അച്ഛാ, മാഡം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്. ഞാൻ മാഡത്തിന് വാക്കും കൊടുത്ത്, അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം സത്യങ്ങളെല്ലാം ഞാൻ അവളോട് തുറന്ന് പറയുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയൊന്നും ഞെട്ടുന്നുണ്ട്, ഭയങ്കര സങ്കടവും വരുന്നുണ്ട്. അപ്പം അലീന പറയാണ്, അച്ഛാ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ച്. ഞാൻ പോയതിന് ശേഷം അച്ഛൻ സത്യം തുറന്ന് പറയണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഞെട്ടുന്നുണ്ട്. കാരണം ഇന്ന് വരെ അലീന മാഡത്തിനോട് ഒരു സത്യവും പറയല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യമായിട്ട് അലീന പറയുന്നതുകൊണ്ട് വായിച്ച എല്ലാ സത്യങ്ങളും അറിയണമെന്ന്. അപ്പം അതിനുശേഷം അലീന വീണ്ടും പറയാണ്, ഇനി ഇങ്ങനെ മറച്ചു വെക്കണ്ട അച്ഛാ, ഇതിനൊരു അവസാനം വേണം. അച്ഛൻ ഞാൻ പോയതിന് ശേഷം എല്ലാ സത്യവും മാഡത്തിനോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ ഇതിനൊരു അവസാനം കാണത്തുള്ളൂ. ഇങ്ങനെ നീറി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ വളരെ വിഷമത്തോടെ അലീന ഇങ്ങനെ നോക്കുകയാണ്. കാരണം അലീനയുടെ ഉറച്ച തീരുമാനമാണ് അവിടുന്ന് പോകുമെന്ന്. അത് ബാലചന്ദ്രന് മനസ്സിലാവുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ അവിടുന്ന് പോകാനും ഒരുങ്ങുകയാണ്. വൈജയടുത്ത് സത്യങ്ങളെല്ലാം പറയാൻ ബാലചന്ദ്രൻ ഒരുങ്ങുകയാണ്.